ഇന്ന് നമുക്ക് ബാക്കി വന്ന ഇഡ്ലി മാവ് വെച്ചിട്ട് ഒരു സ്നാക്ക് തയ്യാറാക്കാം. ഏകദേശം നമ്മുടെ ഉഴുന്ന് വടയെല്ലാം പോലെയാണിത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് റവ വേണം. ഈ ഒരു റവ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ റവ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വളരെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ജീരകം പൊടിച്ചതാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്, നല്ല ജീരകം പൊടിച്ചത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ വേണമെങ്കിൽ കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാവിൽ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം. നമുക്ക് ആദ്യം പൊടിച്ച് വെച്ച റവ കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി നമുക്ക് റവ മുഴുവനും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്, ലൂസായി പോകരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റവക്ക് പകരം മൈദയോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. പക്ഷേ റവ ചേർക്കുന്നത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇനി പറ്റുമെങ്കിൽ ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി ഇടാൻ പറ്റുന്ന വിധത്തിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പെട്ടെന്നൊന്നും ഫ്രൈ ആയിട്ട് വരില്ല. പിന്നെ നമ്മളിതിൽ റവ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് ഉള്ളെല്ലാം വെന്ത് വരേണ്ടതുണ്ട്. അപ്പം സമയം എടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് വരില്ല. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം വേണം നമ്മളിതിലേക്ക് കോരിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് കളർ മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ മാവ് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു വട നന്നായിട്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. നല്ല തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ചട്നി ഇല്ലാതെ തന്നെ കഴിക്കാം, പക്ഷേ ചട്നി കൂടി കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കണ്ടില്ലേ, പുറമേ നല്ലൊരു ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഏകദേശം ഉഴുന്ന് വടയെല്ലാം പോലെ ആ ഒരു ടേസ്റ്റ് മാറ്റാണ്, എന്നാലും ഏകദേശം അതെല്ലാം പോലുള്ളൊരു വടയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.